Hi everybody, this is Shweta. My name is Indur and welcome to our Channel. So we are going to react on Guruvayur Ambalandiyal. What does it mean, guys? Do let us know in the comments. So Okay. let's watch it. Yeah. Oh, Dubai. Hey. Married. أوه جيد جدا. أتمنى لك كل السعادة فينو راماتشاندران. لو سمحت حاول أن تحضر إن حضورك سيكون Okay. مباركة كبيرة أين سيكون الاحتفال؟ في كيرلا أين في كيرلا؟ معبد غوريوايور مكان مشهور وكبير ومشهور جدا Okay. سيكون الاحتفال هنا؟ हाँ गुरुवार एक जगह है टेंपल है बराबर. ഗുരുവായൂർ അമ്പലം Real में? हाँ. وين؟ ഗുരുവായൂർ അമ്പലം നടയിൽ Guru Guruvayu Nambala Guruvayu Nandadabail Guru Vayu Ambala Nadail Guruvayur Ambala Nadayel. मूवी का नाम भी वही है ना? Temple is हाँ, about गुरु. temple ही होगा. हाँ. Temple. Oh, now I need to Google it, यार. देखेगा ना इसमें. हाँ. ഓക്കെ ഐ കോൾ യു ബാക്ക് എവിടെയായിരുന്നു ഞാൻ കുറേ നേരം വിളിക്കുന്നു ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലാടാ. ഫോൺ ഇവിടെ ക്ലോക്ക് റൂമിലായിരുന്നു. കുറെ വഴിപാടുകൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ചങ്ങ് കഴിച്ചു. ബാക്കി കൂടി കഴിക്കായിരുന്നില്ല അച്ഛാ എടാ വേണ്ട, ബാക്കി നീ നാട്ടിൽ വന്നിട്ട് നീ നിന്റെ അമ്മയും കൂടി അങ്ങ് കഴിച്ചാൽ മതി. നീ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നടന്ന 5 കൊല്ലം കൊണ്ട് ഒരു വണ്ടി വഴിപാടുകളല്ലേ നിന്റെ അമ്മ നേർന്നിരുന്നത്. എന്തായി ബ്രോക്കറെ സാറ് പ്രൊമോഷൻ വല്ല അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, സാറ് തരും. ഈ കല്യാണം ഉണ്ടാക്കിയത് ഞാനാണെങ്കിലേ വിനു സാറ് തന്നിരിക്കും. അതിന് കുഞ്ഞുണ്ണിക്ക് എന്താ ക്രെഡിറ്റ്? പെണ്ണിന്റെ ഏട്ടൻ അയാളുടെ ക്ലാസ്മേറ്റ് കുഞ്ഞുണ്ണിയെ വിളിച്ച് അല്ല, കുഞ്ഞുണ്ണി വേറെ ജോലി നോക്കേണ്ടി വന്നേനെ. മലയാളം അറിഞ്ഞുകൂടെങ്കിയത് ഒരാളെ കളിയാക്കാൻ വരുന്നതാണ് ചിരിച്ചു വന്നത്. പിന്നെ ഇവിടെ വരെ വന്നപ്പോ അഞ്ജലിയുടെ വീട്ടുകാരെ ബുക്ക് ചെയ്ത് ഓഡിറ്റോറിയം ഞങ്ങൾ പോയി കണ്ടു. Okay. നല്ല സൗകര്യമുള്ള ഓഡിറ്റോറിയ, ഇവിടെ അമ്പലത്തിനടുത്ത് തന്നെ. ഏത് ഓഡിറ്റോറിയം ശ്രീ പാർവതി ഓഡിറ്റോറിയം. അച്ഛാ മോനെ, ആ ഓഡിറ്റോറിയം വേണ്ട അച്ഛാ എന്റെ പൊന്നു വിനു, അവരത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അവരോട് ഞാനെന്ത് പറയും? നിന്നെ പ്രേമിച്ച് വഞ്ചിച്ചിട്ട് പോയ ആ പെണ്ണിന്റെ പേരുള്ള ഓഡിറ്റോറിയത്തിൽ കല്യാണം കഴിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാ. അച്ഛാ എനിക്ക് ആ സ്ഥലം പറ്റില്ല കല്യാണത്തിന് നാളത്തേക്ക് കയറുമ്പോ നീ ഓഡിറ്റോറിയത്തിന്റെ ബോർഡിലേക്ക് നോക്കാതിരുന്നാ മതി. Okay. കല്യാണക്കത്തിൽ ഒരാ പേര് വരും അച്ഛാ നിന്റെ കല്യാണക്കത്ത് അല്ലെങ്കിൽ Okay. Hey. ये दोनों है. हाँ. വിനു അഞ്ജലി നല്ല കയ്യക്ഷരം ആ വിത്ത് ബെസ്റ്റ് കോംപ്ലിമെന്റ് Now they are friends. ഷംസുദ്ദീൻ ആൻഡ് ആനന്ദനം ഇതെന്താണ് എടാ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ആങ്ങളുടെ പേര് ആരെങ്കിലും കോംപ്ലിമെന്റ്സ് വെക്കൂ വെക്കും. കൈതലപ്പുറമേ രാമചന്ദ്രൻ വെക്കും. Okay. നിനക്ക് അയാളുടെ പേര് വെക്കാൻ സ്ഥലമില്ലെന്ന് എന്തെങ്കിലും പറഞ്ഞാ പോരായിരുന്നോ ആ അങ്ങനെ പറഞ്ഞാലേ നമ്മളെ രണ്ടാളെ പേരിൽ വിട്ടിട്ട് ആനന്ദേട്ട പേര് Okay. അതാണ് ഏട്ടൻ. എടാ എന്നാലും എങ്ങനെയുണ്ടോടാ ഒരു അളിയൻ പറയുമോ നിന്റെ ചേട്ടനുണ്ടല്ലോ കുറച്ച് ഓവർ കുറച്ചല്ല, കുറച്ചധികം. അല്ലടാ കേട്ടോ ആരെയും ആനന്ദൻ അവ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഏട്ടൻ. Okay. അവന്റെ കാട്ടുകൂട്ടിൽ കാണുമ്പോൾ തോന്നും അഞ്ജലിയുടെ ഏട്ടൻ ആനന്ദിനെയാണ് അവൻ കെട്ടാൻ വേണ്ടി പോകുന്നത്. Okay. Who is it? Now I'm interested. പക്ഷേ വിനുവിനെ കുറ്റം പറയാനും പറ്റില്ല. ഈ കല്യാണേ വേണ്ടെന്ന് പറഞ്ഞു നടന്ന ചെക്കനെ മാറ്റിയെടുത്തത് ആനന്ദിന്റെ മാത്രം മിടുക്ക. Okay. വിനു എന്ന് വെച്ച ജീവനാ. അതെ, വിനു ഇത്ര എളുപ്പത്തിൽ കല്യാണം സമ്മതിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. കൊള്ളാലോ ആള്. अब कौन है ये? हाँ. ഒരു പഞ്ചപാവ, ഒരു സാധു. Ayo. This one. Prithviraj. പിതാശ്രീ का फैक्ट Wait. मेरे पिताश्री का फैक्ट्री. വിനു ആനന്ദേട്ടാ എന്താ എന്ത് പറ്റി? ഇത്രയും ദിവസം പറഞ്ഞൊക്കെ പിന്നെ എന്താ വിനു? ഇനി അവളെ പറ്റി ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കില്ലെന്ന് മിനിഞ്ഞാന്നല്ല നീ പ്രതിജ്ഞ എടുത്തത്. ആണ് പക്ഷേ വിനു നീ ഇപ്പൊ എന്തിനാ അവളെ പറ്റി ഓർത്ത്? കല്യാണം കഴിക്കാൻ പോകുന്ന ഓഡിറ്റോറിയത്തിന് അവളുടെ പേരാണ് ആനന്ദേട്ട മാങ്ങാ തൊലി. ഇയാൾ അവള് വേറെ ഒരുത്തിനെ കെട്ടിപ്പോയെന്ന് വെച്ച് നീ നിന്റെ ജീവിതത്തിന്റെ 5 Yeah. വർഷം അറിയാതെ ഈ കല്യാണാലോചന നടന്നില്ലായിരുന്നെങ്കിൽ ആ 5 വർഷം 10 വർഷമായി മറന്നു കളയാ വിനു. മറന്നു കളഞ്ഞില്ല. ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടതിലും മാറ്റമില്ല എനിക്ക്.
ഇനി കല്യാണം ക്ഷണിക്കാൻ പോകുമ്പോഴും അവളുടെ പേര് പറയണല്ലോ എന്നാലോചിക്കുമ്പോഴേ. അതൊരു നിമിത്തമല്ലടാ വിനു. നിന്റെ ജീവിതം നശിപ്പിച്ച അവളുടെ പേരുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ Okay. നീ എന്റെ പെങ്ങളെ കെട്ടി പുതിയൊരു Not me. നിങ്ങളാണ് എൻ്റെ ഹീറോ. നിങ്ങൾ ഈ തരുന്ന മോട്ടിവേഷൻ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ജീവിതം പഴയ നിലയിലാക്കി. ഉണ്ടെങ്കിൽ നീ എന്നെ തന്നെ വിളിച്ചു. ഞാനിവിടെ ഇല്ലതാ. സത്യം പറഞ്ഞ ഞാൻ നാട്ടിൽ വരുന്നത് കല്യാണം കഴിക്കാനല്ല, പിന്നെ എൻ്റെ ആനന്ദേട്ടനെ കാണാൻ. ഇവന്റെ കാര്യം എന്തായാലും നിങ്ങളുടെ വലിയൊരു ആദി ഒഴിഞ്ഞില്ലേ? എന്നാലും കല്യാണത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാവോ? Okay. നാളെ തന്നെ ക്ഷണം തുടങ്ങണം. ആദ്യത്തെ കത്ത് നല്ല ഐശ്വര്യമുള്ള കൊടുക്കണമെന്നാണ് ഏട്ടൻ പറഞ്ഞിരിക്കണത്. അപ്പൊ കല്യാണക്കത്ത് ഞാൻ എടുക്കണ്ടേ? തലേദിവസം തന്നെ ഞാൻ അവിടെ ഉണ്ടാവും. ഫസ്റ്റ് കത്ത് പോയി. അല്ല, ഇവന് ഐശ്വര്യൊക്കെ ഉണ്ടോ? പിന്നെ നല്ല ബെസ്റ്റ് ഐശ്വര്യം. ഇവന്റെ ഹാപ്പി ന്യൂ ഇയറും കേട്ടിട്ട് കഴിഞ്ഞ ജനുവരി 1 പ്രസ് തുറക്കാൻ വന്ന ഞാനേ പ്രസ് തുറക്കണത് ഒക്ടോബറിനാ. 10 മാസമാണ് വണ്ടിടിച്ച് വീട്ടിൽ And now this. ബൈക്ക് പോയത് കണ്ടില്ലേ? അതുപോലെ വിനുവിന്റെ കല്യാണവും സ്മൂത്തായി കണ്ണടച്ച് തുറക്കും മുമ്പേ നടക്കും. Okay, sure. See, it's wedding. You never know how the things This is gonna be a ladies' wedding for sure. പൊതുവാൾ ജയ നിവാസ്. ജയ നിവാസ്. I'm liking this, huh? ഹലോ ഏട്ടാ. നിനക്ക് അവിടെ എന്താണ് പണി? നിനക്ക് ആ വിനുവിനെ ഇടയ്ക്കൊന്ന് വിളിച്ചാലെന്താ? നീ കെട്ടാവുന്ന ചെക്കനല്ലേ? ഇപ്പോഴെങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോൾ എന്താവും? അതിനെ ഞങ്ങള് വിളിക്കാറുണ്ടല്ലോ ഏട്ടാ. എവിടെ വിളിക്കുന്നു? എടി, നിന്നോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നീ വിളിച്ച അതൊരു വലിയ ആശ്വാസമോ? വിളിക്ക് ഇപ്പൊ തന്നെ വിളിക്ക്. ആ ഓക്കെ, ആ വിളിച്ചോളാം. വിനുവിന് എന്താ പ്രശ്നം? പ്രശ്നം വിനുവിനല്ല, നമ്മുടെ പുത്രനാണ്. നീ അഡ്രസ് ഒന്ന് എഴുതി തീർക്കാൻ നോക്ക്. നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ടൊന്ന് ക്ഷണിച്ചാലോ? വേണമെങ്കിൽ അവൻ തന്നെ പോയി ക്ഷണിക്കട്ടെ. എന്നെ കൊണ്ടൊന്നും വയ്യ. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ അവളിവിടെ ഉണ്ടാവണ്ടേ? അവളെ ക്ഷണിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? അവൻ അറിയാതെ നമ്മളെ ക്ഷണിക്കാൻ പോയാൽ അവന്റെ സ്വഭാവം എനിക്ക് അറിയാമല്ലോ. നമ്മളെയൊക്കെ കടിച്ചത് തിന്നും. അവനുണ്ടാക്കി വെച്ച പ്രശ്നമല്ലേ, അവൻ തന്നെ പരിഹാരം കാണട്ടെ. നീ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞു എന്റെ രമണി. ഈ കപ്പെടുത്തോണ്ട് പോവാൻ പറയാൻ വേണ്ടി നോക്കി. വേറെന്താ? अच्छा मेरे को सेम मेरे पे कैसे? No, come on. हाँ वो मैंने बाद में नोटिस किया. വേറൊന്നുമില്ല. ഒന്നും ചോദിക്കാനില്ലേ? ഞങ്ങളങ്ങനെ എപ്പോഴൊന്നും വിളിക്കാറില്ല, ആഴ്ചയിലൊരിക്കൽ വിളിച്ചാൽ. എന്താ അതെങ്ങനെ? എന്നെ എപ്പോഴും വിളിക്കുമല്ലോ. പിന്നെ പിന്നൊന്നുമില്ല. വേറെ ചോദിക്കെന്തേലും? Come on, dude. ഷർട്ടാണ്. अरे यार. This is too much. ചോദിക്കാനില്ലേ? ഞാൻ ഫോൺ വെച്ചോട്ടെ. വേണ്ട. കല്യാണ ഒരുക്കങ്ങളൊക്കെ എന്തായി വീട്ടില്? ഒരുക്കങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയാണല്ലോ. അതെ, ആളും ബഹളവും കുട്ടികളും. ഏട്ടത്തമ്മയും കൊച്ചും കൂടി വേണമായിരുന്നു. അതാകെ ഒരു മിസ്. അത് ഞാൻ ഇടയ്ക്ക് ചോദിക്കണമെന്നില്ല. അളിയനും അളിയനും അല്ലേ എന്ന് നിങ്ങൾക്ക് അങ്ങോട്ടേ ചോദിക്കാറുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. എന്താണ് പരിപാടി? സ്ഥിരം പരിപാടിയല്ലേ കുക്കിംഗ്. ഞാനിവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. തുടങ്ങിക്കളെ.
എന്താണ്? ഒന്ന്, ഉം. എനിക്ക് ആനന്ദേട്ടനെ പോലെ ഒരു ബ്രദറിനെ കിട്ടിയില്ല. വിനു, ഈ ലോകത്തിലെ ഏറ്റവും ഒഴുക്കുള്ള ബന്ധം ഏതാണെന്ന് പറയുന്നത്? അത് ഈ പ്രേമബന്ധത്തിന് പോലുള്ള ആ ഒരു ഫ്ലോ. ആനന്ദേട്ട, ഞാൻ പിന്നെ വിളിക്കാം. എന്തോ പ്രേമം എന്ന് കേട്ടാ ഉടനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കാനാണോ എന്റെ പ്ലാൻ? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മാർക്ക്. നിന്റെ മനസ്സിൽ എത്ര ആഴത്തിൽ അവൾ തറച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അത്രയും ആഴത്തിൽ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ നല്ല മനസ്സുള്ള ആണെനിക്ക് പറ്റും. അതെന്നെയാണ് എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരാൻ ഞാൻ നിന്നിൽ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അവളുടെ ഫോട്ടോ ഉണ്ട് നിന്റെ കയ്യിൽ? അഞ്ജലിയുടെ അല്ല, നിന്റെ പഴയ കാമുകിലോ? അഴകിയല്ല കാണും, എനിക്കറിയാം. എന്നിട്ട് നീ ആ ഫോട്ടോ എടുത്ത് അതങ്ങ് കത്തിച്ച് ചാരമാക്കണം. അങ്ങനെ ചെയ്താൽ ഒരാളെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ ആനന്ദേട്ടൻ്റെ രണ്ടാമത്തെ വിഷമം കൂടെ കേൾക്കണം. അതാരാണ് വേറെടുത്തി? അതല്ല ആനന്ദേട്ട, ഓർമ്മയുണ്ടോ ആനന്ദേട്ട? അന്ന് അഞ്ജലിയുടെ കാര്യം പറഞ്ഞ് ആദ്യമായിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. അന്ന് മുതൽ എന്നെ നിർത്താതെ ഫോൺ വിളിച്ച് ഒരു ഏട്ടനെ പോലെ കൂടെ നിന്നെങ്കിൽ ആനന്ദേട്ടൻ ഒരു ഫാമിലി ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാം. അത് നടക്കും. ആനന്ദേട്ടൻ പറ, എന്താ നിങ്ങളുടെ പ്രശ്നം? നീ എത്ര നിർബന്ധിച്ചാലും അത് ഞാൻ പറയില്ല. എനിക്ക് ക്ഷീണമാ. അല്ല, ആ ക്ഷീണമല്ല ഞാൻ ഉദ്ദേശിച്ചത്. വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് വിനു. അതൊന്നും കുഴപ്പമില്ല. ആനന്ദേട്ടനെ ഏട്ടത്തെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇല്ല വിനു, ആ സ്നേഹമൊക്കെ എങ്ങോട്ട് പോയി? പഴയ ഇഷ്ടങ്ങളൊന്നും അവനെ മറക്കാൻ പറ്റില്ല ആനന്ദേട്ട. ഒരു കാര്യം ചെയ്യും, ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തിനാ? ആനന്ദേട്ടൻ അതെടുത്ത് ഫോണിന്റെ വാൾപേപ്പറാക്കി വെക്ക്. അങ്ങനെ ഡെയിലി ഏട്ടത്തൈമയുടെ ഫോട്ടോ കാണുമ്പോൾ ആനന്ദേട്ടന്റെ മനസ്സൊക്കെ മാറും. അത് വേണം. ഞാൻ ഫോട്ടോ കത്തിക്കണമെങ്കിൽ ആനന്ദേട്ടൻ ഇത് ചെയ്യണം. ആനന്ദേട്ടന്റെ വിനുവാണി പറഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഈ കല്യാണത്തിന് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ അഞ്ജലിയുടെ ഒരു സൈഡിൽ ആനന്ദേട്ടൻ, മറ്റേ സൈഡിൽ ഏട്ടത്തെ, നടുക്ക് കുഞ്ഞും വേണം. ശരി. नहीं
like मैंने इतना जल्दी कैच नहीं कर मैम क्योंकि वो डायरेक्ट स्विच हो गया ना बट यार मेरा इतना अच्छा है चलो अभी भाई and they are too close now but this is something else. And now this guy I will you know I need my sister-in-law next to me in and the photo. what if she comes then how he is gonna serve because due to that She's gonna come. Remember the bike? Your son. Kundli. Also the other guy, I wanted to start painting. So he did something and he met with her. So he started in October. Yeah. So got it, I she's got it. surely gonna come. She's gonna come and now we'll see how this will change. So guys, Fun guys. So meanwhile, do like, subscribe, share, comment, click on the bell icon.